നമസ്കാരം. എന്താണ് മെഡിറ്റേഷൻ? മെഡിറ്റേഷൻ ഏതൊക്കെ തരത്തിലുണ്ട്? ഓരോ മെഡിറ്റേഷനും എങ്ങനെയാണ് മനസ്സിനെ ബാധിക്കുന്നത് അല്ലെങ്കിൽ മനുഷ്യനെ ബാധിക്കുന്നത്? പല രീതിയിലുള്ള മെഡിറ്റേഷനുണ്ട്. യൂട്യൂബിലും അല്ലെങ്കിൽ പല ഗുരുക്കന്മാരുടെ കയ്യിൽ നിന്നും പല രീതിയിലുള്ള മെഡിറ്റേഷൻ പഠിക്കാൻ സാധിക്കും. ഇപ്പോൾ ഓഷോ മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ ശ്രീ രവിശങ്കറുടെ മെഡിറ്റേഷൻ വരെ വ്യത്യസ്തമായ മെഡിറ്റേഷനുകൾ നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും സാധിക്കും. അത് നമ്മളെ എങ്ങനെ ബാധിക്കും? നമ്മൾ ഓരോരുത്തർക്കും വേണ്ട തരത്തിലുള്ള മെഡിറ്റേഷൻ ഏതൊക്കെയാണ്, നമുക്ക് എന്താണ് ആവശ്യമെന്ന് നമ്മൾ അറിഞ്ഞിട്ട് വേണം ഈ മെഡിറ്റേഷൻ പഠിക്കുന്നതിനും മെഡിറ്റേഷൻ ചെയ്യുന്നതിനും വേണ്ടി തുനിയേണ്ടത്. ഇപ്പോൾ വളരെയധികം ഡിപ്രഷനുള്ള വ്യക്തികളുണ്ട്. ഏത് കാര്യത്തിലും ഒരു വിഷാദ രീതിയിൽ ജീവിക്കുന്ന വ്യക്തികളുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടത് അതിന് പറ്റിയ മെഡിറ്റേഷനാണ്. ചിലരാകട്ടെ ഉത്കണ്ഠയുള്ള രീതിയിൽ ജീവിക്കുന്നവരുണ്ട്. ഏത് കാര്യത്തിനും വളരെ ആൻഷ്യസ് ആണ്. അവരുടെ ഉത്കണ്ഠ കാരണം തന്നെ പലപ്പോഴും ജീവിതത്തിലെ പല കാര്യങ്ങളും സാധിക്കാതെ വരുന്നു. അതുപോലെ തന്നെ ഉത്കണ്ഠയുടെ കൂടുതൽ കൊണ്ട് തന്നെ ശരീരത്തിൽ പല അവസ്ഥാവിശേഷങ്ങളുണ്ടാകും. ചിലപ്പോൾ വയറിനുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകുന്നവരുണ്ട്. അതുപോലെ ഈ കോൺസ്റ്റിപ്പേഷൻ പ്രശ്നങ്ങളുണ്ടാവരുണ്ട്. അങ്ങനെ പല രീതിയിൽ ശാരീരിക വിഷമത്തിലും ഉള്ളവരുണ്ട്. ഇതിനൊക്കെ പറ്റിയ മെഡിറ്റേഷൻ ഏതാണ്? അതിന് ചില പ്രത്യേക തരത്തിലുള്ള മെഡിറ്റേഷൻ അതിനെ ബാധിക്കുന്നുണ്ട്, അതിനെ ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട്. പിന്നെ ചില മെഡിറ്റേഷൻസ് നമ്മുടെ ശരീരത്തിൽ ചില ശ്വാസം മുട്ടൽ, അതുപോലെ ബ്രീത്തിങ് സംബന്ധമായ പ്രോബ്ലംസ്, രാത്രിയിലെ ഈ കൂർക്കം വലിക്കുകയും അല്ലെങ്കിൽ ശ്വാസം എടുക്കുമ്പോൾ ബുദ്ധിമുട്ട് ഉണ്ടാകുന്നവർ, തണുപ്പുണ്ടാകുന്ന സമയത്ത് ബുദ്ധിമുട്ടുണ്ടാകുന്നവർക്കൊക്കെ പറ്റുന്ന മെഡിറ്റേഷനുണ്ട്. അത് മെഡിറ്റേഷനോടൊപ്പം കുറച്ച് പ്രാണായാമം കൂടി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മാറുന്ന മെഡിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ ആ വിഭാഗക്കാർ അതേപോലെയുള്ള മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഫലം ഉണ്ടാവും. ഇപ്പോൾ പല അസുഖങ്ങൾക്കും പല മരുന്നുകൾ പോലെ തന്നെ മെഡിറ്റേഷൻ വളരെയധികം ഭംഗിയായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും, അത് ഫലവത്താക്കി എടുക്കാനും കഴിയും. ഇപ്പോൾ ചിലവർ ബിസിനസ്സുകാരൊക്കെ ആഗ്രഹിക്കുന്നത് പണം ഉണ്ടാക്കാനാണ്. അപ്പോൾ പണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മെഡിറ്റേഷനുണ്ട്, അത് വിഷ്വലൈസേഷൻ മെഡിറ്റേഷനുണ്ട്. ഇപ്പോൾ കുട്ടികളൊക്കെ ആണെങ്കിൽ ഈ പഠനത്തിൽ മികവ് പുലർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ പഠനത്തിൽ മികവ് പുലർത്തുന്നതിന് മെഡിറ്റേഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയുമോ? അപ്പോൾ പഠനത്തിൽ മികവ് പുലർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള മെഡിറ്റേഷനുണ്ട്. പിന്നെ ചിലവർക്കാണെങ്കിൽ മറ്റുള്ളവരോട് ഇവരുടെ കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്തതാണ്. അപ്പോൾ അവർക്ക് അങ്ങനെ മറ്റുള്ളവരെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നതിന് വേണ്ടിയിട്ടുള്ള മെഡിറ്റേഷൻ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഏത് തരത്തിലും ഏത് ആവശ്യത്തിനും ഉപയോഗിക്കാവുന്ന മെഡിറ്റേഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ ഇപ്പോൾ നമുക്കൊരു വാഹനം വാങ്ങിക്കുന്നതിന് ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്, പക്ഷേ അത് നേടുന്നില്ല. അങ്ങനെ വാഹനം വാങ്ങുന്നതിന് വേണ്ടിയിട്ട് മാത്രം നമുക്ക് ഒരു മെഡിറ്റേഷൻ ഉപയോഗിക്കാൻ കഴിയും. സാധാരണ നമ്മൾ ഈ വിഷ്വലൈസേഷൻ ടെക്നിക്കുകളും അതുപോലെ തന്നെ ലോ ഓഫ് അട്രാക്ഷൻ്റെ ടെക്നിക്കുകളും ഒക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ NLP ഒക്കെ ഉപയോഗിക്കാറുണ്ട്. അത്തരം കാര്യങ്ങളെ മെഡിറ്റേഷനുമായി ബന്ധപ്പെട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, മെഡിറ്റേഷൻ്റെ രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഫലം 100% ഉറപ്പാണ്. എല്ലാം സംഭവിക്കുന്നത് നമ്മുടെ മൈൻഡിൽ നിന്നുമാണ്. അപ്പോൾ മനസ്സിനെ ശാന്തമാക്കി മനസ്സിനെ ശരിയായ പ്രോഗ്രാംസ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫലം തീർച്ചയായും അത്ഭുതാവഹമാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോൾ ഞാൻ കുറച്ച് ടെക്നിക്കുകൾ ഇപ്പോൾ പറയാൻ കഴിയും. അത് നിങ്ങൾ കുറച്ചുകൂടി വിശദീകരിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അത് ചെയ്തു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റേതായ ഫലം ഉണ്ടാകുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഒരു മെറ്റീരിയൽസ് ആഗ്രഹിക്കുന്നു, അതായത് വാഹനം, അതല്ലെങ്കിൽ മൊബൈൽ ഫോണ്, പിന്നെ നമ്മൾ എന്തെങ്കിലും അച്ചീവ്മെൻറ്റ്സ് ആഗ്രഹിക്കുന്നു. അതിന് വേണ്ടിയിട്ട് ഏത് മെഡിറ്റേഷനാണ് ചെയ്യാൻ കഴിയുക, അത് ഫലവത്താകുമോ, അങ്ങനെ സംശയമുള്ളവരുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ആ മെഡിറ്റേഷൻ ചെയ്യുന്നതിന് വിഷ്വലൈസേഷൻ മെഡിറ്റേഷനാണ് ഉപയോഗിക്കുക. എന്താണ് വിഷ്വലൈസേഷൻ മെഡിറ്റേഷൻ? നമ്മൾ ഒരു കാര്യത്തെ മാനിഫെസ്റ്റ് ചെയ്യുന്നത് പോലെ കണ്ടുകൊണ്ട് ചെയ്യാൻ കഴിയണം. അതിന് ഓരോ സ്റ്റെപ്പുണ്ട്. ആദ്യം മനസ്സിനെ ശാന്തമാക്കണം. അപ്പോൾ നമ്മൾ ഇരിക്കുന്ന ഭാഗം ഡിസ്റ്റർബ്ഡ് അല്ലാതെ ഇരിക്കാൻ സഹായിക്കുന്ന രീതിയിലുള്ള അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയെടുക്കണം. ആ അറ്റ്മോസ്ഫിയറിൽ നമ്മൾ ചിലപ്പോൾ പ്രാണായാമം
മറ്റ് ബ്രീത്തിങ് ടെക്നിക്കുകൾ ഉപയോഗിച്ചിട്ട് മനസ്സിനെയും ശരീരത്തെയും ഏകോപിപ്പിക്കണം. അങ്ങനെ ഒരു പ്രിപ്പറേഷനുണ്ട്. ആ പ്രിപ്പറേഷന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മെഡിറ്റേഷൻസ് കൃത്യമായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ വിഷ്വലൈസേഷൻ ഒരിക്കൽ മാനിഫെസ്റ്റേഷൻ ചെയ്യും. നമ്മൾ ആ വിഷ്വലൈസേഷൻ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ, വിഷ്വൽ ബേസ്ഡ് ആയിട്ടുള്ള മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മൾ അതിൽ കൃത്യതയുണ്ടാവണം. അത് കൃത്യമായിട്ട് അതിനെ കാണാൻ കഴിയണം. അതിന് കാണാൻ കഴിയണമെങ്കിൽ നമ്മുടെ മനസ്സ് പാകപ്പെട്ട് ശരീരവുമായി ഏകോപിപ്പിച്ച് ബ്രീത്തിങ് ശരിയായ രീതിയിൽ കൊണ്ടുവന്ന് പിന്നെ മെഡിറ്റേഷനിലേക്ക് കടക്കുമ്പോഴാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് അതുപോലെ തന്നെ ഈ OCD ഒക്കെ ഉള്ളവരുണ്ട്. ഒരേ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്യുക, അതിനെ വീണ്ടും വീണ്ടും ചെയ്തില്ലെങ്കിൽ ഒരു ഫോഴ്സ്ഫുള്ളി ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ, അതിനൊരു മെഡിറ്റേഷൻ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലവർക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല. തീർച്ചയായും അതിനും ഉണ്ട് മെഡിറ്റേഷൻ. അപ്പോൾ ഏത് രീതിയിലുള്ള മനുഷ്യൻ്റെ കാര്യങ്ങൾക്കും മെഡിറ്റേഷൻ മൂലം സാധിക്കും. ഇപ്പോൾ ചിലവർക്ക് ഈ ശരീരത്തിലുള്ള ചില അസ്വസ്ഥതകളായിരിക്കും. ഇപ്പോൾ BP കൂടുതലുള്ളവർക്ക് ചില മെഡിറ്റേഷൻസ് ചെയ്ത് കഴിഞ്ഞാൽ, ശരിയായ രീതിയിൽ മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ BP നോർമലാകുന്നത് കാണാൻ കഴിയും. അതുപോലെ കൊളസ്ട്രോളിന് ഒരു മെഡിറ്റേഷൻ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതെങ്ങനെയായിരിക്കും ആ മെഡിറ്റേഷൻ വർക്ക് ചെയ്യുന്നത് എന്നായിരിക്കും ചിന്തിക്കുക. അതായത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഒക്കെയാണ് ഇപ്പം ഞാൻ പറഞ്ഞ രണ്ട് കാര്യങ്ങളും. BP ആണെങ്കിലും അതുപോലെ തന്നെ ഡയബറ്റിക്കിലും മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഡയബറ്റിക് കുറയുമോ എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. അത് പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അത് ചെയ്യേണ്ടത് നമ്മൾ ഈ ഡയബറ്റിക് വരുന്നത് പാൻക്രിയാസിസ് ബേസ് ചെയ്തായിട്ടുള്ള ബീറ്റാ സെല്ലിൻ്റെ പ്രവർത്തന ക്ഷമത അനുസരിച്ചിരിക്കും. അപ്പോൾ ഇത് നമുക്ക് ആ ഭാഗത്തിന് ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള മെഡിറ്റേഷൻ തന്നെ നമ്മൾ ചെയ്യണം. അപ്പോഴാണ് അത് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങൾക്കും ഓരോ രീതിയിലുള്ള മെഡിറ്റേഷൻസ് അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ തയ്യാറാണോ, തീർച്ചയായും ശരീരത്തിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങളുണ്ടാകുമെന്ന് മാത്രമല്ല, ഈ പറയുന്ന ഓരോ പ്രശ്നങ്ങളും ശരീരത്തിൽ മാറുകയും ശരീരത്തിൻ്റെ അവസ്ഥ തന്നെ, ഇപ്പോൾ 50 വയസ്സുള്ള ഒരാൾ ഒരു 40 വയസ്സോ 35 വയസ്സോ ആയിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തും. ആരോഗ്യം കൂടും. അപ്പോൾ ആരോഗ്യം കൂടുന്നതിന്, നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യമാണെങ്കിലും മനസ്സിൻ്റെ ആരോഗ്യമാണെങ്കിലും കൂടുന്നതിന് ഇത്തരം മെഡിറ്റേഷനുകൾ പൂർണ്ണമായും ഫലവത്താണ്. മെഡിറ്റേഷൻ കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇത് കേൾക്കുന്നവർ ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾ ഒരു 5 മിനിറ്റ്സ് എങ്കിലും മെഡിറ്റേഷൻ ചെയ്ത് ശീലിച്ച് തുടങ്ങുക. അത് ഏത് മെഡിറ്റേഷൻ ആണെങ്കിലും തുടങ്ങുക. അതിനുശേഷം നിങ്ങൾക്ക് പർപ്പസ്ഫുള്ളി ഓരോ അവസ്ഥാവിശേഷങ്ങളനുസരിച്ചുള്ള മെഡിറ്റേഷനിലേക്ക് കടന്നു പോകുന്നതിന് എളുപ്പമുണ്ടാകും. ഇപ്പോൾ പലരും 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും വിശ്വസിക്കാൻ കഴിയുകയില്ല. കണ്ടിന്യൂസ് ആയിട്ട് 2 മണിക്കൂർ, കണ്ടിന്യൂസ് ആയിട്ട് 3 മണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുന്ന, അതും മെഡിറ്റേഷനെ കുറിച്ച് വ്യക്തമായ ധാരണയോ പരിചയമോ ഇല്ലാത്തവർക്ക് ചെയ്യാൻ കഴിയും. അത് ചിലപ്പോൾ നമുക്ക് അത്ഭുതമായിട്ട് തോന്നും. പക്ഷേ ഗൈഡഡ് മെഡിറ്റേഷൻസ് അങ്ങനെ സാധിക്കും. ഗൈഡഡ് മെഡിറ്റേഷൻ ഉണ്ട്. അത് നമുക്ക് പൂർണ്ണമായ ഫലവത്തായിട്ടുള്ളതാണ്. ഗൈഡഡ് മെഡിറ്റേഷനാണ് ഏറ്റവും കൂടുതൽ പവർഫുള്ളായിട്ട് സാധാരണക്കാർക്ക് ചെയ്യാൻ കഴിയുക. ഒരാൾ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അടുത്ത ഇതിനെക്കുറിച്ച് മെഡിറ്റേഷൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ മ്യൂസിക് ഉപയോഗിക്കുന്ന മെഡിറ്റേഷനുണ്ട്. അതുപോലെ തന്നെ ഈ ഗൈഡഡ് മെഡിറ്റേഷനും മ്യൂസിക്കും കൂടി മിക്സ് ചെയ്തിട്ടുള്ള മെഡിറ്റേഷനുണ്ട്. മ്യൂസിക് നമുക്ക് വളരെ ഭംഗിയായിട്ട് നമ്മുടെ ബ്രെയിനെ ബാധിക്കും, ശരീരത്തിലെ നന്നായിട്ട് ബാധിക്കുകയും ചെയ്യും. അത് പോസിറ്റീവായിട്ടുള്ളൊരു ചേഞ്ച് ഉണ്ടാക്കുകയും ചെയ്യും. അങ്ങനെ മ്യൂസിക് മാത്രം ഉപയോഗിച്ചിട്ടുള്ള മെഡിറ്റേഷനുണ്ട്. മ്യൂസിക്കും ഗൈഡൻസും കൂടിയിട്ടുള്ള മെഡിറ്റേഷനുണ്ട്. മ്യൂസിക്കും സെൽഫ് അവെയർനെസ്സും സെൽഫായിട്ട് ചെയ്യാൻ പറ്റുന്ന, മ്യൂസിക്കിൻ്റെ ഒപ്പം സെൽഫായിട്ട് ചെയ്യാൻ പറ്റുന്ന മെഡിറ്റേഷനുകളും അവൈലബിൾ ആണ്. അപ്പോൾ ഇത് കേൾക്കുന്നവർ തീർച്ചയായും ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക നിങ്ങളുടെ മെഡിറ്റേഷൻ. ഇന്നു മുതൽ തന്നെ നിങ്ങളൊരു ശാന്തതയിലേക്കും സ്വസ്ഥതയിലേക്കും പോവുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പ്രണാമം.